31 മരണം സ്ഥിരീകരിക്കപ്പെടുകയാണ് സർക്കാർ ഭാഗത്ത് നിന്ന്. തൃച്ചി ഡിണ്ടിഗൽ കളക്ടർമാർ കരൂരിലേക്ക് പോകുന്നു എന്നാണ് കെ.ബി. ശ്രീധരൻ നൽകുന്ന വിവരം. ഒപ്പം തമിഴ്നാട് സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതല ADGPയും സംസ്ഥാനത്തേക്ക് പോകുന്നു. മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി എന്ന വിവരം വരുന്നു. 58 പേർക്ക് പരിക്ക് പറ്റിയെന്നാണ് കെ.ബി. ശ്രീധരൻ റിപ്പോർട്ട് ചെയ്യുന്നത്. പലരുടെയും നില ഗുരുതരമാണ്. മരണസംഖ്യ ഉയരുമെന്ന ആശങ്കയാണ് ഈ മിനിറ്റിൽ ഉള്ളത്. കൂടുതൽ ആളുകൾ വിവിധ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടിരിക്കുന്നു. വിവിധ ദൃശ്യങ്ങൾ വിവിധ ഇടങ്ങളിൽ നിന്ന് പങ്കുവയ്ക്കപ്പെടുന്നു. പുതിയ ദൃശ്യങ്ങളിലേക്ക് കൂടി പോകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അതിനിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സമൂഹ മാധ്യമത്തിലെ പ്രതികരണം കൂടി വന്നത്. വലിയൊരു ദുരന്തം രാജ്യം നേരിടുന്നു എന്നത് വ്യക്തമാക്കുന്നതാണ്. പ്രധാനമന്ത്രിയുടെ പ്രതികരണം തന്നെ ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ ഉണ്ടാകുന്നു. അത്ര വലിയൊരു അപകടമാണ് അവിടെ സംഭവിച്ചത്. 31 മരണം സർക്കാർ സ്ഥിരീകരിക്കുമ്പോൾ 33 പേർ മരിച്ചു എന്നതാണ് തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പോലീസ് കരൂരിലെ വിജയുടെ TVKയുടെ തമിഴക വെട്രി കഴകത്തിൻ്റെ റാലിക്ക് അനുമതി നൽകിയത് 10,000 പേർ എന്നതായിരുന്നു. പക്ഷേ അതിലധികം ആളുകൾ അവിടേക്ക് എത്തി. സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിച്ചില്ല എന്നാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന വിവരം, അല്ലെങ്കിൽ ആരോപണം, അങ്ങനെ തന്നെ പറയേണ്ടി വരും. തമിഴ്നാട്ടിൽ ഈ റാലിയുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമാണ് ഇനി രാഷ്ട്രീയമായ വലിയ പ്രതികരണങ്ങൾ ഉണ്ടാകാം. സംഘാടകർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അത് സ്വാഭാവികമായും വിജയ് ഉൾപ്പെടെയുള്ളവർക്ക് എതിരെ ആയിരിക്കും എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. സംഘാടകർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് എന്ന വിവരം വരുന്നു. 10,000 പേർക്ക് മാത്രമേ അനുമതി നൽകൂ. അതിലധികം ആളുകൾ ഈ റാലിയിൽ പങ്കെടുത്തു എന്നാണ്. പക്ഷേ ദൃശ്യം കാണുമ്പോൾ സ്വാഭാവികം നമുക്ക് മനസ്സിലാവും. നമ്മുടെ നാട്ടിലെ ഒരു റോഡിൽ ഒരു നേതാവ് എത്തുമ്പോൾ 10,000 പേരോ അല്ലെങ്കിൽ ഒരു 2,000 പേരോ ഇരച്ചെത്തിയാൽ, ആ നേതാവിനെ കാണാൻ അടുത്തേക്കെത്താൻ ഇരമ്പി എത്തിയാൽ അതിൽ കുട്ടികളും സ്ത്രീകളും ഉണ്ടെങ്കിൽ എന്ത് ദുരന്തമാകും സംഭവിക്കുക എന്ന് നമുക്ക് സ്വാഭാവികമായി ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. വിജയുടെ റാലി തമിഴ്നാട്ടിലെ 38 ജില്ലകൾ ചുറ്റിയുള്ള റാലിയാണ്. ഡിസംബർ മാസം വരെയുള്ള റാലിയാണ്. ആ റാലി നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ടതാണ്. നേരത്തെയും ഇതൊരു അപകടത്തിന് വഴിവെക്കില്ലേ എന്ന സംശയങ്ങൾ ഉണ്ടായിരുന്നു. മാധ്യമപ്രവർത്തകർ ആ നിലയിൽ സംശയം പ്രകടിപ്പിച്ചിരുന്ന നേരത്തെ കെ.ബി. ശ്രീധരൻ റിപ്പോർട്ട് ചെയ്തതാണ്. മാത്രമല്ല വിജയുടെ റാലിക്ക് പിന്നാലെ പളനിസ്വാമിയുടെ ADMKയുടെ നേതൃത്വത്തിലുള്ള റാലി ആരംഭിക്കുന്നത് നമ്മൾ കണ്ടു. MK സ്റ്റാലിൻ ചെറുപ്പക്കാരെ ഉൾപ്പെടെ കാണുന്നതിന് വേണ്ടി റോഡിലേക്ക് പൊതുപരിപാടിക്കിടയിൽ ഇറങ്ങിയെത്തുന്നത് കണ്ടു. അങ്ങനെ തമിഴ്നാട്ടിൽ വലിയ ചർച്ചയാണ് വിജയുടെ റാലി. DMK വേഴ്സസ് വിജയ്, TVK എന്ന നിലയിലേക്ക് തമിഴക രാഷ്ട്രീയം മാറുന്നോ? ADMK ജയലളിതയുടെ മരണത്തിന് ശേഷം ദുർബലപ്പെട്ടതിന് പിന്നാലെ എന്ന ചർച്ചകൾ നടക്കുന്നതിനിടയിൽ കമൽഹാസന് വലിയ പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയാതെ പോയ സാഹചര്യത്തിൽ പുതിയ രാഷ്ട്രീയ ധ്രുവീകരണം തമിഴ്നാട്ടിൽ ഉണ്ടാവുകയാണോ എന്ന ചർച്ചകൾക്കിടയിലാണ് തമിഴക വെട്രി കഴകം നേതാവും സൂപ്പർ സ്റ്റാറുമായ വിജയുടെ കരൂരിലെ റാലിക്കിടയിൽ ഒരു വലിയ ദാരുണമായ അപകടമുണ്ടാകുന്നത്, ദുരന്തമുണ്ടാകുന്നത്, ദുരന്തഭൂമി അക്ഷരാർത്ഥത്തിൽ കരൂർ മാറുന്നത്. ശ്രീധരൻ, ഏറ്റവും ഒടുവിലെ ആശുപത്രികളിൽ നിന്നുള്ള വിവരങ്ങൾ എന്താണ്? സർക്കാരിൻ്റെ ഭാഗത്ത് പുതിയ പ്രതികരണങ്ങളുണ്ടോ? പരിക്കേറ്റവരുടെ നില അതീവ ഗുരുതരമാണ്. 10,000 പേർക്ക് മാത്രമേ അനുമതി യോഗത്തിലുണ്ടായിരുന്നു എന്നടക്കമുള്ള പുതിയ വിവരങ്ങൾ ശ്രീധരൻ പങ്കുവയ്ക്കുന്നുണ്ടല്ലോ. രതീഷ്, സങ്കടക്കടലായി മാറിയിരിക്കുകയാണ് കരൂർ നിലവിൽ. ഏതായാലും ഇപ്പോൾ നിലവിൽ 58 പേരാണ് ചികിത്സയിലുള്ളത് എന്നാണ് മുൻമന്ത്രി സെന്തിൽ ബാലാജി നൽകിയ വിവരം. ഇതിൽ പല ആളുകളുടെയും നില ഗുരുതരമായി തുടരുന്നു. നിങ്ങൾ ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഒരേ സമയം പേടിപ്പെടുത്തുന്നതും അതുപോലെ തന്നെ സങ്കടം പെടുത്തുന്നതുമാണ്. അതായത് കൊച്ചുകുട്ടി, ഞാൻ നേരത്തെ പറഞ്ഞൊരു 2-3 വയസ്സുള്ള കുട്ടികൾ വരെ ആശുപത്രിയിൽ ചേതനയേറ്റ് കിടക്കുന്നുണ്ട്. അവർ ഒരു നിമിഷത്തെ ആഘോഷത്തിന് വേണ്ടി അല്ലെങ്കിൽ ആവേശത്തിന് വേണ്ടി തങ്ങളുടെ പ്രിയ താരം അദ്ദേഹം തങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വളരെ ആവേശത്തോടു കൂടി പോയ ആളുകളാണ്. ആ പല കുടുംബങ്ങളിലെയും സന്തോഷമായ കൊച്ചു കുട്ടികളാണ് ഇങ്ങനെ ചേതനയേറ്റ് ആശുപത്രിയിൽ കിടക്കുന്നത്. ആ ദൃശ്യങ്ങൾ ഞാൻ നേരത്തെ കണ്ടു. 2-3 വയസ്സുള്ള കൊച്ചു കുട്ടി വരെ ആശുപത്രിയിൽ മരിച്ച് കിടക്കുന്നു. ആ കുടുംബങ്ങളുടെയൊക്കെ ഒരു അവസ്ഥ, അല്ലെങ്കിൽ ആ ഒരു അമ്മയുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. പല ആളുകളും അലമുറയിട്ട് കരയുന്ന ദൃശ്യങ്ങൾ, അമ്മമാർ കുട്ടികളെ കാണാനില്ല എന്ന് പറഞ്ഞ് അലമുറയിട്ട് കരയുന്ന പല ദൃശ്യങ്ങൾ അവിടെ നിന്ന് പുറത്തു വരുന്നുണ്ട്. അങ്ങനെ വല്ലാത്ത ഒരു സങ്കട കാഴ്ചകൾ മാത്രമാണ് കരൂരിൽ നിന്ന് ഇപ്പോൾ കഴിഞ്ഞ മണിക്കൂറുകളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വിജയുടെ റാലി ആദ്യം നിശ്ചയിച്ച സമയത്തല്ല അവിടെ എത്തിയത്. 4-5 മണിക്കൂർ വൈകിയാണ് അവിടെ എത്തിയത്. കഴിഞ്ഞ തവണ ട്രിച്ചിയിൽ നടത്തിയ സമ്മേളനത്തിൽ വിജയ് എത്തിയത് ഏതാണ്ട് 8 മണിക്കൂർ കടന്നിട്ടാണ്. അതായത് വിജയുടെ കാരവൻ ഈ സമ്മേളന സ്ഥലത്തിൻ്റെ ആ ഭാഗത്തേക്ക് എത്തിയിട്ട് പോലും ഈ പര്യടനം നിശ്ചയിച്ച ആ ഒരു സ്ഥലത്തെത്താൻ
8 മണിക്കൂറിലധികം എടുത്തു ട്രിച്ചി വിമാനത്താവളത്തിൽ നിന്ന്. അത്ര അധികം അകലെയുള്ള ഒരു സ്ഥലമൊന്നല്ല. അതിന് സമാനമായി തന്നെയാണ് ഈ കരൂരിലെ അവസ്ഥ ഉണ്ടായത്. ഈ രാവിലെ നാമക്കലിൽ പരിപാടി ഉണ്ടായിരുന്നു, അതിനുശേഷമായിരുന്നു കരൂരെ പരിപാടി. ഈ കരൂരേക്ക് ഈ നിശ്ചയിച്ച സ്ഥലത്തേക്ക് വിജയ് എത്താൻ മണിക്കൂറുകൾ എടുത്തു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അതുപോലെ തന്നെയാണ് ഇതിപ്പോൾ രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾക്കുള്ള സമയമല്ല എങ്കിൽ പോലും ഇതൊരു വല്ലാത്ത ഒരു അവസ്ഥ തന്നെയാണ്. തീർച്ചയായിട്ടും സംഘാടകരുടെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ച ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇൻ്റലിജൻസ് സംവിധാനം എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ള ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. 10,000 ആളുകൾക്കുള്ള അനുമതി നൽകുമ്പോൾ വിജയെ കാണാൻ ഇതിലധികം ആളുകൾ വരെ എത്തും എന്ന് പോലീസ് എന്തുകൊണ്ട് കണ്ടില്ല, മുൻകൂട്ടി കണ്ടില്ല എന്ന് തുടങ്ങിയ ചോദ്യങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മുൻ സമ്മേളനങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ, പ്രത്യേകിച്ച് മധുരയിൽ നടന്ന സമ്മേളനം, ട്രിച്ചിയിൽ നടന്ന സംസ്ഥാന പര്യടനം, നാമക്കലിൽ ഇന്ന് രാവിലത്തെ സമ്മേളനം, അതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെന്നൈയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്ന സമ്മേളനം, വെല്ലൂരിൽ ചെന്നൈയുടെ വിവിധ ഭാഗങ്ങളിലെ സമ്മേളനം, വെല്ലൂരിലെ സമ്മേളനം, ട്രിച്ചിയിലെ സമ്മേളനം, അങ്ങനെ എല്ലാ സമ്മേളനങ്ങളിലും വിജയ് കാണാൻ ആയിരങ്ങൾ ഒഴുകിയെത്തുകയായിരുന്നു. സമ്മേളനങ്ങൾ ചെറുതാണ് എന്ന് പറഞ്ഞല്ലെങ്കിൽ വിജയെ അവഗണിച്ച് മുന്നോട്ട് പോകാം എന്ന നിലയിലൊക്കെയുള്ള പ്രതികരണങ്ങളായിരുന്നുവെങ്കിൽ ഇത്ര വലിയൊരു ദുരന്തത്തിലേക്ക് ഇത് എത്തിയത് എങ്ങനെയാണ് എന്ന ചോദ്യമൊക്കെ നിലനിൽക്കുകയാണ്. ആശങ്കപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് കരൂരിൽ നിന്ന് വരുന്നത്.